വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ മൂത്ത മോളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാനും എൻ്റെ ഉപ്പച്ചിയും അപ്പൂസും കൂടെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ്. ഉപ്പക്ക് കുറച്ച് വേറെ കാര്യങ്ങളുണ്ട്, അതിനിടയിൽ കൂടെ എൻ്റെ ഷോപ്പിംഗ് കൂടെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണത്. പിന്നെ ഇനി മോള് സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് റിട്ടേൺ വീട്ടിലോട്ട് വരാനാണ് പ്ലാൻ ചെയ്തേക്കണത്. പിന്നെ അപ്പൂസിൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. ഇനി അവൾ കരച്ചിലൊക്കെ ആവുകയാണെന്നാണെങ്കിൽ നമുക്ക് തിരിച്ച് പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരും കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇന്ന് പോണത് പിള്ളേർക്ക് രണ്ടാൾക്കും ഈദിൻ്റെ ഡ്രസ്സ് എടുക്കാനായിരുന്നു, പെരുന്നാൾ കോടി എടുക്കാനാണ് പോണത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പെരുന്നാളാവാൻ കുറേ ദിവസമുണ്ട്, ഈദിന് ഇനിയും ടൈമുണ്ട്. എന്നാലും എൻ്റെ മോളുടെ എക്സാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. ഈദ് വരെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, നാട്ടിലുണ്ടാവില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടേക്ക് പോകും. അപ്പോൾ പിന്നെ അന്നപ്പോൾ പറഞ്ഞു അന്ന് നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്ത് പോണത്. കൊടകരയിൽ മാക്സ് ഉണ്ട്, അതിൽ പോയിട്ട് ഡ്രസ്സ് വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കണേ. അവിടെ നിന്ന് പോയിട്ട് കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ പോയി നോക്കണം. അങ്ങനെ മാക്സിലെത്തി ഞാൻ അങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ നോക്കിയെടുക്കണം കേട്ടോ. അപ്പൂസിനാണ് ആദ്യം ഞങ്ങൾ ഡ്രസ്സ് നോക്കിയത്. 6 to 12 ഏജിലുള്ള ഡ്രസ്സാണെന്ന് നോക്കി. പക്ഷെ എല്ലാം അവൾക്ക് വെച്ച് നോക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഓവർ സൈസ് പോലെ തോന്നി. അപ്പോൾ പിന്നെ അത് എടുത്തില്ല. പിന്നെ മൂത്ത ആൾക്കുള്ള ഡ്രസ്സുകൾ നോക്കി. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം രണ്ടാളും ഒരേപോലെ ഡ്രസ്സ് ഇടിക്കാമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ രണ്ടാൾക്കും പറ്റണ പോലെ ഉണ്ടോ എന്ന് നോക്കി കിടന്നു. കുറേ കളക്ഷൻസൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മൊത്തത്തിൽ വേറെ ഇനി എന്തെങ്കിലും വാങ്ങണ ഷോക്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കേണ്ടായിരുന്നു. അതൊക്കെ ഇനി അപ്പുറത്തെ സെക്ഷനിൽ പോയിട്ട് വാങ്ങിച്ചു. പിന്നെ അങ്ങനെ കുറേ ചുറ്റി നടന്ന് നോക്കി എനിക്ക് പറ്റിയ വല്ല ഐറ്റംസൊക്കെ ഉണ്ടോയെന്ന്. ബാഗിൻ്റെ സെക്ഷൻ കണ്ടാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങില്ല. പിന്നെ പക്ഷെ ഉപ്പ പറഞ്ഞു കുറേ ബാഗ് ഇരിക്കുന്നുണ്ട്, ഇനി വേറെ വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇതിൽ നിന്നൊരു കമ്മലൊക്കെ എടുത്തുട്ടാ. കമ്മൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. എനിക്ക് ഇങ്ങനത്തെ ഈ ഷെയ്ഡിലുള്ള കമ്മലുകളൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ച് വെക്കും, ഒരു വട്ടം ഇടും, പിന്നെ ഞാനത് എവിടെ ഊരി വെക്കണമെന്ന് എനിക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഈ ഒരു പീസാണ് എടുത്തത് കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെട്ടത്, ഞാനിത് എടുത്തു. പിന്നെ അവിടെ കുട്ടികൾക്കുള്ള കുറേ ഐറ്റംസ് കണ്ടായിരുന്നു, അതും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ മൊത്തത്തിൽ ഉണ്ടോയെന്ന് നോക്കി, എനിക്ക് പറ്റിയ വേറെ വല്ല ഐറ്റംസ് ഉണ്ടോയെന്ന് കുറേ നോക്കി, ഇഷ്ടപ്പെട്ടൊക്കെ എടുത്തു. പിന്നെ ഉപ്പ പറയണ്ടായിരുന്നു കുർത്തീസൊക്കെ നല്ല ഓഫറുണ്ട് നോക്കുന്നൊക്കെ. ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ടും വീട്ടിലേക്ക് നേരത്തെ എത്തേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ടും ഞാൻ പിന്നെ കുറേ ഒന്നും അങ്ങനെ വാങ്ങിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഒരു നല്ല ഓഫർ ഇപ്പോൾ ഉണ്ട് തോന്നുന്നുണ്ട്. കുറേ നാളെ മാക്സിലോട്ട് വന്നിട്ട്, പക്ഷേ കുഴപ്പമില്ലാത്തൊരു ഓഫറായിരുന്നു കേട്ടോ. കുർത്തീസിനൊക്കെ നല്ല ഓഫറുണ്ട്. പിന്നെ എല്ലാം ബില്ല് ചെയ്ത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പയ്യെ ഇറങ്ങാനുള്ള പ്ലാനാണ്. എന്തോ ഭാഗ്യം കൊണ്ട് അപ്പൂസ് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ബേബി ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സും വാങ്ങിച്ചു, അതേപോലെ തന്നെ ഈ ടോയും വാങ്ങി. അപ്പൂസിന് ഇതുവരെ അങ്ങനെ ഒരു ടോയായിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ടോയ് വാങ്ങിച്ചു. പിന്നെ മൂത്ത ആൾക്ക് ഒരു കിച്ചൺ സെറ്റ് കുറേ നാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതും വാങ്ങി അവൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ മാങ്ങ വാങ്ങിക്കാൻ വേണ്ടി ഉപ്പച്ചി ഇറങ്ങി പോയതാട്ടാ. ഇറങ്ങിയിട്ട് ചെറിയ അടച്ചിലൊക്കെ തുടങ്ങി ഉറക്കം വരുന്ന പോലെ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അവൾ അങ്ങനെ കിടന്ന് ഉറങ്ങിട്ടാ. പിന്നെ പയ്യെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. വീട്ടിലോട്ട് പോണ വഴിക്ക് ബേക്കറിയിൽ കയറി ഉപ്പച്ചി എന്തൊക്കെയോ വാങ്ങിച്ചു, വേറെ കുറേ ഐറ്റംസ് വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ ഉപ്പാനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ വിടാത്തതുകൊണ്ട് തന്നെ അവളിങ്ങനെ പുറത്തേക്ക് നോക്കി ഉപ്പാനെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഡ്രസ്സ് രണ്ടാൾക്കും ഒരേപോലെ ആയിട്ടാണ് എടുത്തേക്കണത്.
പിന്നെ നീ അവിടെ ചെല്ലുമ്പോൾ അറിയാം, പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെയാണല്ലോ. മൂത്ത ആൾക്ക് 5 വയസ്സായി, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവൾ ഡ്രസ്സൊക്കെ ഇടുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ സ്കൂളാണ് കേട്ടോ. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചെൻ്റെ സ്കൂളാണ്. പെട്ടെന്ന് സ്കൂളിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഈ വഴിക്കൂടെയൊക്കെയാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കുസൃതിയും കൂർമ്മൊക്കെ കാണിച്ച് ഇങ്ങനെ നടന്ന് ഓരോ മിഠായിയും സിപ്പപ്പ് അത് ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നടന്ന വഴികളാണ് ഇതൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ. വീടെത്തിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ വണ്ടി ഹോൺ അടിക്കുമ്പോഴേക്കും അവള് ഓടി പുറത്തൊക്കെ ഇറങ്ങി നിൽക്കാറുണ്ട് കേട്ടാ. ഇപ്പം എന്തായാലും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മോള് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ 2-3 കോൾസൊക്കെ കഴിഞ്ഞു, എവിടെയാന്നൊക്കെ വിളിച്ച് ചോദിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മിഠായി കൊണ്ടാന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ടാണ് ഇരുത്തിയേക്കുന്നത്. ഇപ്പോൾ നോക്കാം, അവൾ ചെല്ലുമ്പോൾ ഇനി സർപ്രൈസ് ആയിട്ട് ഇനി ടോയ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അവൾ റിയാക്ട് ചെയ്യണമെന്ന് കൂടി കാണിച്ചു തരാട്ടാ. പിന്നെ ഡ്രസ്സ് അവളുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തതാ. ചെറുതിൻ്റെ കയ്യിൽ കൊടുത്തതിനെ പിന്നെ അപ്പഴേക്കും അവൾക്ക് കുശുമ്പൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അവളുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവൾക്ക് ഹാപ്പി ആയല്ലോ. എല്ലാവരും ചെറുതിന് അവൾക്ക് ഓൾറെഡി ടോയ് അവൾക്ക് വാങ്ങിച്ചിട്ട് അത് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇന്ന് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത്. ബ്രോസ്റ്റഡ് ചിക്കൻ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അൺഹെൽത്തിയാണ്, എന്നാലും പക്ഷേ ഓട്സ് വെച്ചിട്ടൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പൊരിച്ച ഐറ്റംസൊക്കെ അൺഹെൽത്തി തന്നെയാണ്, പക്ഷെ നമ്മൾ നോമ്പ് തുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ബജ്ജിയും അത് ഇതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ അപ്പൂസ് തന്നെ ആ പ്ലേറ്റ് പിടിച്ച് വലിക്കേണ്ട തിരക്കിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് പിന്നെ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.